ഹലോ, ഇതെന്റെ ആറാമത്തെ വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചിരിച്ച്. ആഹാ, ഞാൻ രാത്രി പറയുന്നത് ഡോർ ക്ലോസ് ചെയ്താണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ലൊരു കിടിലൻ വ്യൂ ആട്ടോ എനിക്ക് കിട്ടിയത്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളായിരുന്നു. അതിൻ്റെ കൂടെ മഞ്ഞൂടെ മാറി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ മടിച്ച് ഞാൻ എണീച്ച് നേരെ കോളേജിൽ പോയി. വണ്ടി ഒത്തിരി നാളായിട്ടോ എടുത്തിട്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കിക്കറും സെൽഫും അടിച്ചിട്ട് വർക്ക് ആവുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കിക്കർ അടിച്ചതിന് ശേഷം ഒത്തിരി വിയർത്തു. ഞാൻ വെറുതെ രാവിലെ കുളിക്കുകയും ചെയ്തു. രാവിലെ തന്നെ നല്ല മടുപ്പായതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് നോക്കിയിരുന്നപ്പോൾ ദേ ഉണ്ട് അമ്മയും മകനും. എനിക്കിത് കണ്ടപ്പോൾ ഒരു പോയമാട്ടോ ഓർമ്മ വന്നു. വേറെ ഒന്നുമല്ല, ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പോയാട്ടോ. ഇതിൽ എ മദർ ഈസ് എ മദർ സ്റ്റിൽ ദ ഹോളിസ്റ്റ് തിങ് അലൈവ് എന്നാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയപ്പോൾ എൻ്റെ കണ്ണൊന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി. അപ്പോൾ ദേ മലയുടെ മണ്ടയ്ക്ക് നല്ല വെയിലും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴക്കോളും. അങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാൻ പറ്റുമോ? നേരെ കോളേജിൽ പോകണ്ടേ? അങ്ങനെ നേരെ ഞാൻ വിട്ടു അങ്ങോട്ട്. ഞാൻ കുറച്ച് നേരത്തെ കേട്ടോ വന്നത്, അതുകൊണ്ട് പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലോട്ട് വിട്ടു. രാവിലത്തെ പോലെ തന്നെ വീണ്ടും ഇവൻ എന്നെ കഷ്ടപ്പെടുത്തി. കിക്കർ അടിച്ചെൻ്റെ കാലും പോയി. അങ്ങനെ വെള്ളം കുടിക്കാതെ പറഞ്ഞ് കടയിലോട്ട് ഒതുക്കിയപ്പോൾ ഇതേ ഒരാൾ നടന്നുകൊണ്ട് ബലൂണൊക്കെ പൊട്ടിക്കുന്നു. പിന്നെ ഞാനും മേടിച്ച് ഒരെണ്ണം പൊട്ടിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം ഞാനും കസിനോട് നേരെ ക്രിക്കറ്റ് കളിക്കാനാട്ടോ പോയത്. എല്ലാവരെയും ജോലി തിരക്കാണ്, ഞങ്ങൾ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങില്ല. പക്ഷെ ഇന്ന് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും കസിനോട് ചാടി ഇറങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ടീം ഇടാൻ പോയപ്പോൾ തന്നെ ചേട്ടൻ ചാടി വന്ന് 2 യോയോ. അങ്ങനെ ടീം സെറ്റ് ആയതിനു ശേഷം പാലക്കാട് കാറ്റായിരുന്നു കേട്ടോ ഞാൻ വീശി. പാലക്കാട് കാറ്റ് കഴിഞ്ഞപ്പോൾ ഓഗി ചുഴലിക്കാറ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ബോളിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത കളി കളിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മഴ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോയി. പത്രമുള്ളൂ. ഓക്കെ, ബൈ.